രണ്ട് തരം യാചകരുണ്ട്. എനിക്ക് വല്ലതും തരണേ എന്ന് യാചിക്കുന്നവരും വസ്ത്രത്തിലും വേഷത്തിലും ദാരിദ്ര്യം പ്രകടിപ്പിച്ച് മറ്റുള്ളവരിൽ നിന്ന് വല്ലതും കൈവശം ലഭിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകളുമുണ്ട്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അള്ളാഹുവിന്റെ ഔലിയാക്കൾ വ്യത്യസ്തരാണ്. അവരുടെ സ്വഭാവവും പെരുമാറ്റവും എല്ലാം വ്യത്യസ്തമാണ്. സമ്പന്നനായ ഒരു മഹാന്മാർ പരിചയപ്പെടുത്തുന്നുണ്ട്. വലിയ സമ്പത്തിനുടമയായിട്ട് പോലും ലളിത ജീവിതം നയിക്കുന്ന അയാൾ ചെറിയ വിലയുള്ള വസ്ത്രവും ചെറിയ ഭക്ഷണങ്ങളും ചെറിയ വീടും സ്ഥലവുമായി ജീവിക്കുന്നു. ആളുകൾ ചോദിച്ചു, അല്ല മഹാനവർകളെ, നിങ്ങൾക്ക് അള്ളാഹു ഒരുപാട് സമ്പത്ത് തന്നിട്ടുണ്ടല്ലോ, പിന്നെ എന്തിനാണ് ഇത്ര ലാളിത്യത്തോടു കൂടി ജീവിക്കുന്നത്? മറുപടിയായി മഹാൻ പറയുന്നത്, എനിക്ക് അള്ളാഹു തന്നത് എനിക്ക് മാത്രം ഉപയോഗിക്കാനല്ല, മറിച്ച് എനിക്ക് റബ്ബ് സുബ്ഹാനഹു വ തആല ധാരാളം സമ്പാദ്യങ്ങളും സമ്പത്തും തന്നത് മറ്റുള്ളവരെ സഹായിക്കുന്നതോടൊപ്പം നിനക്ക് ആവശ്യമുള്ളത് മാത്രം എടുക്കണം എന്ന നിലക്കാണ്. അതുകൊണ്ട് തന്നെ പരമാവധി മറ്റുള്ളവരെ സഹായിക്കാനും സ്വന്തമായി വളരെ ലളിതമായി ജീവിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഔലിയാക്കളിൽപ്പെട്ട പാവപ്പെട്ട ഒരു മനുഷ്യനെ മഹാന്മാർ പരിചയപ്പെടുത്തുന്നുണ്ട്. അവർ വളരെ താഴ്ന്ന രൂപത്തിലാണ് അവരുടെ സാമ്പത്തിക നിലയെങ്കിലും അവർ നല്ല വസ്ത്രം ധരിച്ച് ജീവിക്കുന്നു, നല്ല പ്രൗഢിയോടെ ജീവിക്കുന്നു. അവരോട് ചോദിച്ചു, നിങ്ങൾ എന്തിനാണ് ഇത്ര അഹങ്കാരിയായി ജീവിക്കുന്നത്? നിങ്ങൾക്ക് സമ്പാദ്യങ്ങളൊന്നുമില്ലല്ലോ എന്ന് ചോദിച്ചപ്പോൾ മറുപടിയായി പറഞ്ഞത്, രണ്ട് തരം യാചകരുണ്ട്. എനിക്ക് വല്ലതും തരണേ എന്ന് യാചിക്കുന്നവരും വസ്ത്രത്തിലും വേഷത്തിലും ദാരിദ്ര്യം പ്രകടിപ്പിച്ച് മറ്റുള്ളവരിൽ നിന്ന് വല്ലതും കൈവശം ലഭിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകളുമുണ്ട്. ഞാൻ രണ്ടിലും പെട്ട ആളല്ല എന്നായിരുന്നു മറുപടി.